ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഞ്ജലി ജിതേഷ്. ആധാർ പുതുക്കുന്നതിനുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആധാറിലെ ഡീറ്റെയിൽസ് വീട്ടിലിരുന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണാം. ആ വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആധാറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട മെയിൻ സ്റ്റെപ്സ്, പ്രൊസീജിയർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആധാറിൻ്റെ സൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ്, അതുകൂടാതെ ആധാർ പുതുക്കുന്നതിന് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന്, ചേഞ്ചസ് വരുത്തുന്നതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്നിവ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. ആധാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി സൈറ്റിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറയാം. അതായത് മാർച്ച് 15, 2023 മുതൽ ജൂൺ 14 വരെ 3 മാസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആധാർ വീട്ടിലിരുന്നതിന് അപ്ഡേറ്റ് ചെയ്യാം. എന്നാൽ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്ഷൻ ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള പോലെ 10 വർഷം കൂടുമ്പോൾ നിങ്ങളുടെ ആധാർ പുതുക്കണം എന്ന കണ്ടീഷന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് തന്നെ പറയാം. ഈ ഒരു ഓപ്ഷനാണ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതും മറ്റ് ഓപ്ഷൻസ് എല്ലാം നേരത്തെ പോലെ തന്നെ പെയ്ഡ് ഓപ്ഷൻസ് ആണ്. ഇനി ഈ പറഞ്ഞ ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ട വിധമെന്ന് നോക്കാം. ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട ലിങ്ക് എടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് എല്ലാം നേരത്തെ വീഡിയോയിലുണ്ട്. അത് സംശയമുള്ളവർ അതിൽ നോക്കിയിട്ട് ഇതിലേക്ക് ഫോളോ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും, POI, അതായത് ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ആധാറിലുള്ള അതേ ഡോക്യുമെൻറ്റ്സ്, അതേ നെയിമും അഡ്രസ്സും തന്നെ ആയിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയതായിട്ടുള്ള 2 ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇതിനെ ആധാറിനെ പുതുക്കാം. അപ്പോൾ 10 വർഷത്തിന് ശേഷം നമ്മുടെ ആധാർ പുതുക്കി കിട്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് ജൂൺ 14 വരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ആദ്യം ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു പേജിലേക്ക് പോകുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്. ഇതിലെല്ലാം വ്യക്തമായി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളൊരു നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് പുതുക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും മാർച്ച് 14 വരെ ഇത് ഫ്രീ ആയിരിക്കുമെന്നും, അതുകൂടാതെ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിലുള്ളതുപോലെ നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എന്നിവ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഹിയർ എന്ന് പറഞ്ഞ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ഫോളോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 2 MB ആയിരിക്കും. ഇനി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആധാർ പുതുക്കി ലഭിക്കുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്താണെന്ന് പറയാം. അതായത് നമ്മൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ, അഡ്രസ് ചേഞ്ച് വരുത്താനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. ഹെഡ് ഓഫ് ഫാമിലിയെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്ക് നമ്മുടെ കുടുംബത്തിലെ 18 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ ആധാറിലെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ഗാർഡിയൻ, അങ്ങനെ കുടുംബത്തിലെ തലവനായിട്ടുള്ള ഹെഡ് ഓഫ് ദി ഫാമിലി ആയ വ്യക്തിയുടെ ആധാറിലെ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരുടെ പേരിലാണോ HOF ആയിട്ട് കൊടുക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്നുള്ള ഡോക്യുമെൻ്റ് ആവണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് റേഷൻ കാർഡ് ആവാം. റേഷൻ കാർഡിൽ ഇപ്പോൾ ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ പേരും നിങ്ങളുടെ പേരും ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. അതുപോലെ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്, അതല്ല കുട്ടികളാണെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതിൽ അച്ഛൻ്റെ അമ്മയുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേണം. നിങ്ങൾ ആരുടെ പേരാണ് കൊടുക്കുന്നത് അവരുമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിരിക്കണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റ് ഏറ്റവും അടുത്തൊരാളുടെ വ്യക്തിയുടെ അഡ്രസ്സിലേക്കാണ് എങ്കിൽ, നിങ്ങളുടെ ആധാർ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സഹായിക്കും. ഇതിൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ട വിധം എന്ന് നോക്കാം. ആദ്യം ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് എടുത്ത് ലോഗിൻ പേജിലേക്ക് പോകാം. അത് ലോഗിൻ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് നെയിം, ജെൻഡർ, DOB, അഡ്രസ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും. അവിടെ സെക്കൻഡ് ഓപ്ഷൻ, അതായത് HOF ബേസ്ഡ്
അഡ്രസ് അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. പിന്നീട് കിട്ടുന്ന പേജിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഫീൽഡിൽ കൊടുക്കേണ്ടത് HOFന്റെ ആധാർ നമ്പർ, അതായത് നിങ്ങൾ ഹെഡ് ഓഫ് ദ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ആധാർ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ആ വ്യക്തിയുടെ ആധാർ രേഖകളിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ അത് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കൊടുക്കാനുള്ള ആ വ്യക്തിയുമായി നിങ്ങൾക്കുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. അത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഫാദർ, ഗാർഡിയൻ, ഹസ്ബൻഡ്, മദർ, അതേഴ്സ്, വൈഫ്. ഇത്രയും ഓപ്ഷൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വേണം നമ്മൾ സപ്പോർട്ടിംഗ് പ്രൂഫായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഈ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വ്യക്തികളല്ല, അതല്ലാതെ ആരെങ്കിലും ആണ് നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മറ്റൊരു ബന്ധുവിൻ്റെ ആധാറിലേക്കാണ് നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോർമാറ്റ് HOF സൈൻ ചെയ്യുന്നതാണ്. ആ ഒരു ഫോർമാറ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം, പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് എടുത്തതിന് ശേഷം HOF ആയി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഈ ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്യേണ്ടത്. അത് സൈൻ ചെയ്ത് തിരിച്ച് നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് പോകാം. ചെയ്യേണ്ട വിധമെല്ലാം നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് HOF ആയി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഈ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ റിക്വസ്റ്റിന് താഴെയായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള റിക്വസ്റ്റുകൾ കാണും. അതിൽ HOF ബേസ്ഡ് റിക്വസ്റ്റ് അപ്ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെരിഫിക്കേഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴേക്ക് എക്സ്പാൻഡ് ആവും. അതിലൊരു SRN നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി HOF ആയി കൊടുത്തിട്ടുള്ള വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ മൈ ഹെഡ് ഓഫ് ഫാമിലി റിക്വസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിക്വസ്റ്റ് അവിടെ ഈ ഒരു SRN നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് അവിടെ കാണിക്കുക. അത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ നിങ്ങൾക്ക് HOF ബേസ്ഡ് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.